ഷിയാസ് കരീമിനെതിരെ പരാതിയുമായി യുവതി. 2023 ഒക്ടോബർ 5 ഇതേപോലെ ഷിയാസ് കരീമിനെതിരെ വന്നൊരു പരാതിയിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പരാതിയും അതിന് വീഡിയോ ഒക്കെ കണ്ടവർ എൻ്റെ ചാനലിലുള്ള സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആ വ്യൂവർഷിപ്പ് ഇവിടെ തന്നെ കാണുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വിഷയത്തിലേക്ക് വരാം. അതും ഇതും കണക്റ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണക്ഷനൊന്നുമില്ല, ബട്ട് എവിടേക്കോ കണക്റ്റഡ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഒരേ വ്യക്തികളല്ല. ഓക്കെ, കേസ് കൊടുത്ത വ്യക്തികൾ ഒരേ ആൾക്കാരല്ല. ബട്ട് ആൻറ്റിസിഡൻസ് എന്ന് പറഞ്ഞ സാധനം ഷിയാസ് കരീമിൻ്റെ ഈ ഒരു ഹിസ്റ്ററിയിലേക്ക് കയറും. സിമിലർ കൈൻഡ് ഓഫ് ഇൻസിഡൻറ്റ്. ഓക്കെ, സിമിലർ വേവ് ലെങ്ത്തിലുള്ള സിമിലർ ക്രൈം പാറ്റേണിലുള്ള ഒരു സാധനം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പരാതി വരുമ്പോൾ പോലീസ് അത് ഗൗരവത്തിലെടുക്കും. കാരണം ഇയാൾക്കൊരു ആൻറ്റിസിഡൻസ് ഉണ്ട്. ഇത് ആദ്യമായിട്ടല്ല, ഇതിന് മുമ്പുള്ളൊരു ഇൻസിഡൻറ്റ് കൂടി ഉള്ളതുകൊണ്ട് ആ രീതിക്ക് എടുക്കും. അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഷിയാസ് കരീമിൻ്റെ പ്രതികരണവും എന്താണ് ഈ കേസിനെ കുറിച്ച് മീഡിയ പറയുന്നത് എന്നുള്ളതുമാണ്. അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. 2018 ഷിയാസിനെ യുവതി പരിചയപ്പെടുന്നത്. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് യുവതി പരിചയപ്പെട്ടത്. അതിനുശേഷം 22 ഇവർ ഒന്നിച്ച് ലിവിങ് ടുഗദർ ആയിരുന്നു. പിന്നീട് ആ സമയത്ത് ഷിയാസ് വിവാഹിതരാണെന്ന് തനിക്ക് അറിവുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഷിയാസ് വിവാഹം കഴിച്ചു എന്ന് താൻ അറിയുന്നത്. യുവതി വിവാഹം കഴിച്ച് ഭർത്താവുമായി വേർപിരിഞ്ഞ് താമസിക്കുന്ന ഒരു ആള് കൂടിയാണ്. വിദേശത്താണ് താമസിക്കുന്നത്. ഷിയാസ് അവിടെ വരുമ്പോഴൊക്കെ കാണാറുണ്ട്. ഇവർ ഒന്നിച്ച് ജീവിക്കാറുണ്ട്, ഒന്നിച്ച് താമസിക്കാറുണ്ട്. ഷിയാസ് ഈ യുവതിക്ക് നൽകിയ വാഗ്ദാനം ജീവിത അവസാനം വരെ നോക്കിക്കൊള്ളാമെന്നാണ്. പക്ഷെ അത് വാഗ്ദാനങ്ങളെല്ലാം തെറ്റിച്ച് ഷിയാസ് മറ്റൊരു യുവതിയെ കല്യാണം കഴിച്ചു. ആ സമയത്താണ് തന്റെ പണം തിരികെ ചോദിച്ചത്. അപ്പോഴാണ് ഷിയാസിൽ നിന്നും ഭീഷണി നേരിട്ടതെന്നാണ് യുവതി പാലാരിവട്ടം പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. പക്ഷേ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഷിയാസിന്റെ ഭാര്യ പ്രസവിച്ചു. അതിനെ തുടർന്ന് ആശുപത്രിയിലാണ് ഷിയാസ്. ശേഷം സ്റ്റേഷനുമായി ബന്ധപ്പെടാമെന്നാണ് പോലീസിന് നൽകിയ മറുപടിയും. ആദ്യം ഷിയാസ് യുവതിയെ അറിയില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും പിന്നീട് ഷിയാസ് ആ നിലപാട് തിരുത്തി. യുവതിയെ കുറിച്ച് അറിയാം. തന്റെ മാതാവുമായി പരിചയമുള്ള, അല്ലെങ്കിൽ തന്റെ കുടുംബത്തിന് പരിചയമുള്ള ഒരു യുവതിയാണ്. തന്നിൽ നിന്നാണ് യുവതി നിരവധി തവണ പണം വാങ്ങിയത്. അത് തിരിച്ചു ചോദിച്ചതിന്റെ പ്രതികാരമായിട്ടാണ് ഇത്തരത്തിലൊരു തനിക്കെതിരായിട്ടുള്ള വ്യാജ പീഡന പരാതി എന്നാണ് ഷിയാസ് പറയുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട്, അതായത് യുവതി പണം തട്ടിയതുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂർ പോലീസിന് താൻ നേരത്തെ പരാതി നൽകിയിരുന്നു. അതിപ്പോൾ കോടതിയുടെ പരിധിയിലാണ് ആ തട്ടിപ്പ് കേസ്. പലരും സ്റ്റേഷനിൽ തന്നെ കോൾ വന്നിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു സാറേ ഞാനിവിടെ സ്ഥലത്തില്ല, ഒരു 3 ദിവസം കഴിയുമ്പോൾ ഞാൻ എത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് സ്റ്റേഷൻ വരെ വരണമെന്ന് പറഞ്ഞു. എനിക്കറിയാൻ നമ്മൾ ആരാണ് ആക്ച്വലി എന്താ സംഭവം എന്നൊന്നും എനിക്ക് എന്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ആക്ച്വലി ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല, ആരും പൈസ തട്ടിയെടുത്തിട്ടുമില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ പൈസ എടുത്തിട്ട് എന്താണ് ചെയ്യാനുള്ളത്? അപ്പൊ ഈ പരാതി നൽകിയ പെൺകുട്ടിയെ കുറിച്ച് അറിയില്ല, യുവതിയെ അറിയില്ല. എനിക്ക് ആരാന്ന് അറിയാൻ പാടില്ല. സത്യം പറഞ്ഞ എന്താ സംഭവം എന്നറിയില്ല. ഇനിയിപ്പോ ഇത് വല്ല പ്ലാൻ ചെയ്തെന്തെങ്കിലും അതിൽ നമുക്കിത് ആക്ച്വലി ഞാൻ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് കുറെ കോൺട്രവേഴ്സികളായിട്ടും പ്രശ്നങ്ങളായിട്ട് പോവാണ്. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്കിട്ട് ഇങ്ങനെ ഒരു ആൾക്ക് വേണമെങ്കിലും പീഡന പരാതി കൊടുക്കാമെന്നുള്ളൊരു സമയമാണല്ലോ. എനിക്കറിയാൻ പാടില്ല സത്യം പറഞ്ഞ. ഇത് ഇനീഷ്യൽ റെസ്പോൺസ് ആയിരുന്നു, ഇനീഷ്യലി വന്നിട്ടുള്ള ന്യൂസ് ആയിരുന്നു. കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ളൊരു ന്യൂസും അതിനുശേഷം ഷിയാസിൻ്റെ റെസ്പോൺസും ഞാൻ വെക്കാം. ഷിയാസ് ഇനീഷ്യലി പറഞ്ഞത് ആളറിയില്ല, ഈ പരാതി എങ്ങനെയാണെന്നുള്ളൊരു എടുത്തില്ല, പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് വന്ന ഒരു കോളിൻ്റെ മുകളിൽ എനിക്കിത് ആരാന്ന് അറിയില്ല എന്നുള്ളൊരു സാധനമാണ് പറഞ്ഞത്. പക്ഷെ അതങ്ങനെയല്ല. അപ്പം ഞാൻ ഒരു കാര്യം പറയാം. ഈ കേസിൻ്റെ ഒരു തുടക്കം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയ്ക്ക് അറിയുന്നൊരു ഫേസ് ചെയ്യാൻ പറയാം. അഖിൽമാരാർ ഷിയാസ് കരീം ഉമ്മാനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞ സീനിലൊരു കോൺട്രവേഴ്സി വരികയും അതിൻ്റെ മുകളിൽ ഷിയാസ് കരീം ഒരു വീഡിയോ ചെയ്യുന്ന ഒരു സീന് നിങ്ങളെല്ലാവരും കണ്ടു കാണും. കാരണം ഒരുപാട് ചാനൽസിൽ അത് വന്നിട്ടുണ്ടായിരുന്നു. ഷിയാസ് കരീം ഉമ്മാനെ വിളിച്ചിരുത്തി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചുറ്റിപ്പറ്റി ആ കോൺട്രവേഴ്സി നടക്കുന്ന സമയത്ത് ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ, ആ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഇപ്പം ഇല്ല, ആ ഫേസ്ബുക്ക് പ്രൊഫൈലിനകത്ത് ഒരു വ്യക്തി നിരന്തരം ഷിയാസ് കരീം പറ്റിച്ചു, ചതിച്ചു, സാമ്പത്തികമായി പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് ചൂഷണം ചെയ്തു എന്ന് പറഞ്ഞ് കുറേ സാധനങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈം മുതൽ തന്നെ ഷിയാസ് കരീമുമായിട്ട് ഈ വ്യക്തിക്ക് എന്ത് റിലേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ബന്ധം എന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ കമൻറ്റ് ബോക്സിനടിയിൽ കാണാൻ പറ്റുമായിരുന്നു. ആൻഡ് അഖിൽമാരായിട്ടുള്ള ഇഷ്യൂ എസ്കലേറ്റ് ആയപ്പോൾ ഈ ഷിയാസ് കരീമിൻ്റെ ഉമ്മാൻ്റെ വോയിസ് അടക്കം പുറത്തിട്ട് ആ രീതിയിലൊക്കെ ഒരുപാട് വീഡിയോസ് വന്നിട്ടുള്ളൊരു പ്രൊഫൈലായിരുന്നു. ഓക്കെ,
അതാണ് ഫേസ്ബുക്കിലാണ് ഇതിൻ്റെ ഒരു സാധനങ്ങൾ കുറച്ച് കാലമായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഫൈൻ. ആൻഡ് ആ ഒരു അഖിൽമാരുടെ ഉമ്മാനെ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞൊരു സീൻ മുതലുള്ള സാധനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വിസിബിളായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഈ വിഷയങ്ങളൊക്കെ അവിടെ നടക്കുമ്പോൾ ഓബിയസ്ലി ഷിയാസ് കരീമിനെ ഓൾറെഡി അറിയുന്ന ഒരു വ്യക്തിയാണ് ഈ ലേഡി. ഈ ലേഡി ഷിയാസ് കരീമിൻ്റെ ഫാമിലി ആയിട്ടും കണക്ഷനുള്ളൊരു ലേഡിയാണ്. ഈ ലേഡിയെ ഷിയാസ് കരീം ഇതേപോലെ ഫേസ്ബുക്കിൽ കുറേ പോസ്റ്റുകൾ, ഡിഫമേഷൻ പരിധിയിൽ വരുന്ന പോസ്റ്റുകൾ വന്ന സമയത്ത്, അതായത് ഷിയാസ് കരീം പൈസ വാങ്ങി, ചൂഷണം ചെയ്തു, ലൈഫ് നശിപ്പിച്ചു, വാഗ്ദാനം നൽകി എന്നുള്ള സാധനങ്ങളൊക്കെ വന്ന സമയത്ത് ഈ ഷിയാസ് കരീം പോയിട്ടൊരു പരാതി കൊടുക്കുകയാണ്. ഓക്കെ, അതായത് ഡിഫമേഷനാണ്, അതൊരു ക്രിമിനൽ സാധനമല്ല കൊടുത്തത്, ഡിഫമേഷനാണ് കൊടുത്തത്. അത് ഏപ്രിൽ 22, 2026 കൊടുത്തത്. ഓക്കെ, ആ പരാതി അവിടെ കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു ഇൻറ്റിമേഷൻ ഡെഫിനറ്റ്ലി ഇവർക്ക് പോകുമല്ലോ. ആർക്കെതിരെയാണോ ഡിഫമേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തത് കൊണ്ടുള്ള പരാതി കൊടുത്തത്, അതിനകത്ത് ആഡ് ഇഞ്ചക്ഷൻ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, 2026 ഏപ്രിൽ 22 കോടതിയിൽ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്തു, ആഡ് ഇഞ്ചക്ഷൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നു കോടതി ഷിയാസ് കരീം കൊടുത്ത പരാതിയിൽ. അപ്പോൾ അന്ന് തന്നെ 50 ലക്ഷം രൂപയുടെ ഒരു കണക്കുമായിട്ടാണ് ഈ സാധനങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നത് എന്നുള്ളത് ഈ ഇഞ്ചക്ഷൻ സൂട്ടിനകത്ത്, ഡിഫമേഷൻ സൂട്ടിനകത്ത് ഷിയാസ് കരീം അന്ന് കൊടുത്ത ആ ഒരു പരാതിക്കകത്തുണ്ടായിരുന്നു, ഡിഫമേഷൻ പരാതിക്കകത്തുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണോ അല്ലെങ്കിൽ ഇന്ന് ഒരു കേസ് കൊടുത്തതിനെ തുടർന്നാണോ എന്നറിയില്ല, ആ ഒരു പെർട്ടിക്കുലർ ഫേസ്ബുക്ക് ഹാൻഡിൽ ഇന്നില്ല, അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് കുറേ പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. അല്ലാതെയും ഒരുപാട് പോസ്റ്റുകൾ ഇതേപോലെ പൈസയുടെ കണക്ക് പറഞ്ഞ് ഷിയാസ് കരീമിനെതിരെ ആ ടൈമിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. അതിനകത്ത് ഷിയാസ് കരീമിൻ്റെ ഒരു വോയിസ് ഉണ്ട്. ഈ പറഞ്ഞ എൻ്റെ ഭാര്യയും എൻ്റെ ഉമ്മയും സംസാരിക്കുന്ന അല്ലെങ്കിൽ വോയിസ് എടുത്ത് വേറെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് എൻ്റെ ശത്രുക്കൾക്ക് രീതിയിൽ മെൻഷൻ ചെയ്യുകയും അതൊക്കെ ചെയ്തു. അവർ പറയുന്ന അവർക്ക് ഞാൻ പൈസ വാങ്ങിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് 1 രൂപ കുറയാതെ വാങ്ങിച്ച പൈസ ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓഡിയോൻ്റെ റെലവൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഷിയാസ് കരീം കാശ് വാങ്ങിയ കാര്യം ആക്സെപ്റ്റ് ചെയ്യുന്ന പോലെ, അതായത് 1 രൂപ ഇല്ലാതെ തിരിച്ചു കൊടുക്കാന്നുള്ളൊരു ടോണല്ലാതെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതിൽ എത്ര രൂപയാണെന്നില്ല. അപ്പോൾ എന്താണെങ്കിലും ഇവർ തമ്മിലൊരു കാശിൻ്റെ ഇടപാട് നടന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള എലമെൻ്റ് ഉണ്ട്. ബിക്കോസ് ഈ ലേഡി പരാതി കൊടുത്തതിൽ അവർ ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ, അതായത് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ, ഹോട്ടലുകളുടെ പേര്, ലൊക്കേഷൻ, ഡേറ്റ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള പരാതിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഫിനാൻഷ്യലി ഉള്ള പരിപാടികൾ ഓണാണ്. അല്ലാത്ത സ്കീമിലുള്ള പരിപാടികൾ, അതായത് ലിവിങ് ടുഗെദർ, ഇത് പരിപാടികളൊക്കെ അത് പറയുമ്പോഴും ഓക്കെ, ഇപ്പോൾ പല കേസുകൾ ഇതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കേസുകളിലൊക്കെ ആൻഡ് എസ്പെഷ്യലി ഈ കേസിലേക്കാണെങ്കിലും വരുമ്പോഴും ഇവിടെ പരാതി കൊടുത്ത ഇവർ ഓക്കെ പറയുന്നത് വെച്ച് നോക്കിയാൽ 18/6/2023 ഓക്കെ എന്നുള്ള ഡേറ്റ് മുതലാണ് ഇവർ പരസ്പരം അറിഞ്ഞതും ലിവിങ് റിലേഷനിലേക്ക് പോകുന്നതുമായിട്ടുള്ള സമയം ഒക്കെ കാണിച്ചിട്ടുള്ളത്. അതായത് 2023. എഗെയിൻ ഞാൻ പറയുന്നു, 2024 ഷിയാസ് കരീമിനെതിരെ 2024 ഓഗസ്റ്റിലാണ് ഇവർ ലിവിങ് ടുഗെദർ ആയത് എന്നുള്ളതാണ്. ഓഗസ്റ്റ് മാസത്തിലാണ് ലിവിങ് ടുഗെദർ എന്നുള്ളതാണ് പരാതിയിൽ കൊടുത്തിട്ടുള്ളത് 2024. ഓൾറെഡി 2024 ഷിയാസ് കരീമിനെതിരെ പരാതി പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. 2023 തന്നെ വന്നിട്ടുണ്ടായിരുന്നു. 2023 ഒക്ടോബറിൽ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ആദ്യം പറഞ്ഞ പോലെ. അപ്പോൾ 2023 ഒക്ടോബറിൽ പരാതി വന്ന്, അതായത് സിമിലർ കൈൻഡ് ഓഫ് തിങ്, മനസ്സിലായോ? അതിനകത്ത് പൈസയുടെ എലമെൻ്റ് ഉണ്ടായിരുന്നു, വാഗ്ദാനം ഉണ്ടായിരുന്നു, ജിമ്മിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു, ഇതൊക്കെ വന്നിട്ടുള്ളൊരു പരാതി. അപ്പോൾ ആ പരാതി നിൽക്കുന്ന സമയത്തും ഇവർ റിലേഷനിലാവുന്നു, ലിവിങ് ടുഗെദർ ആവുന്നു എന്നൊക്കെയാണ് ഇവരുടെ ക്ലെയിം, ഈ പരാതിക്കാരിയുടെ. ആൻഡ് ഈ പരാതി ഇപ്പോൾ പോയിട്ടുള്ളത്, ഇവരുടെ ഈ പരാതി പോയിട്ടുള്ളത് ഇന്നാണ്. ഇതിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെ ഒരു FIR വീണിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. ബട്ട് മീഡിയാസിന് എന്താണെങ്കിലും അക്നോളജ്മെൻറ്റ് കിട്ടിയത് കൊണ്ടായിരിക്കണം അവരെല്ലാവരും എടുത്തിട്ട് ന്യൂസ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ FIR വീഴണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഡിഫമേഷൻ കേസാണ് ആദ്യം ഷിയാസ് കരീമിൻ്റെ ഭാഗത്ത് ഫയൽ ചെയ്തത് കോർട്ടിൽ എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു ക്രിമിനൽ കേസായതുകൊണ്ട് ഇതൊന്ന് പോലീസുകാർ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യും, ക്രോസ് ചെക്ക് ചെയ്യും. എന്താണെങ്കിലും ഇതിനകത്ത് FIR വീഴാൻ ഉള്ള ചാൻസ് തന്നെ ഞാൻ കാണുന്നുള്ളൂ. ഓക്കെ, കാരണം ഇതിനകത്ത് എഴുതി വെച്ച കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞു ഞാനിപ്പോൾ ഈ കംപ്ലീറ്റ് ഈ സംഗതി, അതായത് ഈ കേസിൻ്റെ ഡീറ്റെയിൽസ്, ഇവർ കൊടുത്ത കേസ് എന്തൊക്കെയാണെന്നുള്ളത്
പെറ്റീഷൻ മൊത്തം നോക്കിയ സമയത്ത് ഇതിനകത്ത് സ്ഥലവും ഡേറ്റും ട്രാൻസാക്ഷൻ്റെ സാധനങ്ങളും ഒക്കെ ആയിട്ട് കംപ്ലീറ്റ് സാധനങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ ഇവർ പറയുന്നവരാണ്, ഇപ്പോൾ പുറത്ത് മീഡിയാസ് പറയുന്നത് 10-65 ലക്ഷം രൂപയുടെ കണക്കാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 49,29,000 രൂപയുടെ ഒരു കണക്കാണ്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തതായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പൈസയുടെ ഇൻവോൾവ്മെൻറ്റ് എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പോലീസ് അന്വേഷിക്കണം. ഇവർ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഹ്യൂജ് എമൗണ്ട് ആണോ, അല്ലെങ്കിൽ ഷിയാസ് കരീമിനെ ഞാൻ വിളിച്ച് ചോദിച്ച സമയത്ത് ഷിയാസ് കരീം പറഞ്ഞൊരു കാര്യം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പണമിടപാട് നടന്നിട്ടുണ്ട്. ഓക്കെ, ആ പണമിടപാടിൽ അങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്, ഇങ്ങോട്ടും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏത് രീതിയിലുള്ള പണമിടപാടാണ്, എങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നത്, അങ്ങനത്തെ കാര്യങ്ങളിൽ പോലീസുകാർക്ക് ഒരു ക്ലാരിറ്റി കൊണ്ടുവരാൻ പറ്റിയാൽ ഈ കേസ് ഈസി ആയിട്ട് അവർക്ക് ഇപ്പോൾ തന്നെ FIR ഇട്ട് രജിസ്റ്റർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമായിട്ട് തോന്നുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാൻ എന്താ പറയുക, കേസിൻ്റെ കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി തന്നതാണ്. ഓക്കെ, അതായത് പണമിടപാട് ആസ് പെർ മൈ നോളജ് ഇറ്റ്സ് ദെയർ, ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. ആൻഡ് ഈ പറഞ്ഞ എന്താ പറയുക വിവാഹ വാഗ്ദാനമോ അല്ലെങ്കിൽ ലിവിങ് ടുഗെദറോ പരിപാടികൾ, അതെനിക്ക് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ പറയാം, ഓൾറെഡി 2023 സിമിലർ കൈൻഡ് ഓഫ് കേസിലൂടെ കടന്നുപോയി അലിഗേഷൻ അല്ലെങ്കിൽ സിമിലർ ആൻറ്റിസിഡൻസ് ഉള്ളൊരു വ്യക്തി, ആ വ്യക്തിയുടെ ലൈഫിൽ അഗെയിൻ സിമിലർ പാറ്റേൺ ആവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഓക്കെ ആവുന്നത് എങ്ങനെയാണെന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ബട്ട് സ്റ്റിൽ വാഗ്ദാനത്തിൽ പെട്ടുപോകുന്നവരുണ്ട്, വാഗ്ദാനം കൊടുക്കുന്നവരുണ്ട്. ബട്ട് ഈ എൻറ്റയർ പെറ്റീഷൻ്റെ അകത്ത് ഇവർ സ്ട്രെസ് ചെയ്യുന്നത് എമൗണ്ടിൻ്റെ കാര്യമാണ്, പൈസയുടെ കാര്യമാണ്. പണം വാങ്ങിച്ചതിച്ചു എന്നുള്ളൊരു എലമെൻ്റാണ് കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് അങ്ങനത്തെ അഡൾട്ടറി ആയിട്ടുള്ള സാധനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലത്തെ ഓൾറെഡി ആൻറ്റിസിഡൻസ് ഉള്ള ഇതേപോലത്തെ സിമിലർ കേസുള്ള ഒരാളുടെ കൂടെ വീണ്ടും അതേ കേസിൻ്റെ പാറ്റേണിലുള്ളൊരു സാധനത്തിലേക്ക് പോകാൻ ഇവരെങ്ങനെ അതിലേക്ക് എങ്ങനെ പോയി എന്നുള്ള ചോദ്യങ്ങളൊക്കെ വേണമെങ്കിൽ നാളെ ആർക്കെങ്കിലും ചോദിക്കാം. ഫൈൻ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ പോയി നോക്കാൻ പോകുന്നത് ഫേസ്ബുക്കിലേക്കാണ്. ഫേസ്ബുക്കിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദിസ് അക്കൗണ്ട് ഈസ് നോ മോർ, ഇത് അക്കൗണ്ട് ഏതാണെന്നും ഞാൻ കാണിക്കുന്നും പറയുന്നില്ല, ബട്ട് ഇങ്ങനത്തെ പോസ്റ്റുകളാണ് വന്നിട്ടുള്ളത്. ഈ ഫ്രോഡിനെ താങ്ങുന്ന ഫ്രോഡുകൾക്ക് എല്ലാം ഉള്ള മറുപടി, ഉമ്മയെ തള്ളിപ്പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകണം എന്ന് ഭീഷണിപ്പെടുത്തി ഇപ്പോൾ സ്വയം നാറി സോഷ്യൽ മീഡിയയിൽ വെളുപ്പിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. എന്നെ ഒരു സഹോദരിയായി കാണാൻ പറ്റുന്നവർ മാത്രം സപ്പോർട്ട് ചെയ്യുക, എൻ്റെ അറിവിൽ 3ാമത്തെ ഇരയാണ് ഞാൻ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അതുപോലെ തന്നെ സാമ്പത്തികമായും ശാരീരികമായും പരസ്പരം സമ്മതത്തോടു കൂടി ബന്ധം ഉണ്ടാക്കിയിട്ട് വിശ്വാസവഞ്ചനയായിരുന്നു എന്ന് മനസ്സിലാക്കി എവിടെയാണ് പരാതിപ്പെടേണ്ടത്. പീഡന പരാതി കൊടുത്താൽ മാത്രമേ നീതി കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യണോ? ഇങ്ങനെയുള്ളവരെ താങ്ങുന്നവരെയും സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞത്. ഇങ്ങനത്തെയൊക്കെ പോസ്റ്റുകൾ ഒരുപാട് ഈ ഒരു അക്കൗണ്ടിനകത്ത് ആ ടൈമിൽ വന്നതായിട്ട് എനിക്കറിയാം. ബിക്കോസ് ഞാൻ ആ ടൈമിൽ ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് മാത്രമല്ല, ഈ ഫ്രോഡിനെ താങ്ങുന്ന മറ്റ് ഫ്രോഡുകൾക്കും എന്ന് പറഞ്ഞിട്ട് ഒരു റീൽ വീഡിയോ വാസ് ദെയർ. അതിനകത്ത് ഈ കണക്കും കാര്യങ്ങളൊക്കെ ആ ഒരു അക്കൗണ്ടിനകത്തല്ല, ഇതൊരു ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് വന്നിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ആണ്. ആ പേജിനകത്ത് ഒരു വ്യക്തി ഈ പറഞ്ഞ കണക്കുകൾ, പൈസയുടെ കണക്കുകൾ അടക്കം പറയുന്നതിലൊക്കെ 50 lakhs ഒരു കണക്കും കൂടി പറഞ്ഞിട്ടുള്ള വേറൊരു റീൽ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് പക്ക മുസ്ലിം വിരോധിയാണ്. ശരി, സത്യത്തിൽ ഞാനത് മുമ്പ് പറഞ്ഞ കാര്യം, എനിക്ക് പാർട്ടിയിലെ മതം, ഞാൻ മുസ്ലിമായിട്ട് ജനിച്ചത് മാത്രമാണ്. സത്യമാണ്, മുസ്ലിമായി ജനിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ആൾക്കാരെ പറ്റിച്ച് ജീവിക്കലാണ് ഹോബി തന്നെ. അവസാനത്തെ ഇരയാ ഞാൻ. എന്നെ പറ്റിച്ചത് 50 ലക്ഷം. ഈ പണിയൊന്നും നമ്മളെ മാരാർ എടുക്കാത്തത് കൊണ്ടേ മാരാർക്ക് അതിന്റെ ആവശ്യമില്ല. സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസ് ഇട്ടിട്ടും കളത്തിലും പറഞ്ഞിട്ടും ആൾക്കാരെ പറ്റിച്ചിട്ടും തന്നെയാണ് താങ്കളും ജീവിക്കുന്നത്. അത് മറന്നുപോയിട്ടാണ് നിങ്ങളിപ്പോ സംസാരിക്കുന്നത്. കഴിഞ്ഞ 1 വർഷമായിട്ട് നിന്റെ ഹാജർ മോളെന്ന് നിന്റെ ഉമ്മ ഉണ്ടല്ലോ, ആ സ്ത്രീ അനുഭവിച്ച വേദന മാത്രം മതിയിടൂ നിന്റെ ജീവിതം കുട്ടിച്ചോറാതെ. അവരിപ്പോ അങ്ങനെയൊക്കെ പറയും, ഒരു പാവ സ്ത്രീയാ. ആ സ്ത്രീനോളം പാവായ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് നീ രക്ഷപ്പെടുന്നത്. കാരണം അവരെന്നോട് പറഞ്ഞ വോയിസ് ഒക്കെ ഞാൻ പുറത്തു വിടുക. ഓക്കെ, ഇതൊരു റീൽ വീഡിയോ ആയിരുന്നു. ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനകത്ത് ഇതേപോലെ ഷിയാസ് കരീം പണം വാങ്ങി പറ്റിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു.
അപ്പം ഇങ്ങനത്തെ സിമിലർ സാധനങ്ങളൊക്കെ വന്നതുകൊണ്ടായിരിക്കണം ഷിയാസ് കരീം ഒരു പക്ഷേ എന്ത് ചെയ്തത്, ഡിഫമേഷന് കേസ് പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ആ കേസിനൊരു മറുകേസ് എന്നുള്ള രീതിക്കാണ് ഈ ഒരു പെർട്ടിക്കുലർ സാധനം വന്നേ എന്നുള്ളതാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് ഷിയാസ് കരീം കൊടുത്ത ബൈറ്റിനകത്ത് ഷിയാസ് കരീം പറയുന്നത്. ആദ്യം കൊടുത്തത് ന്യൂസ് 18-ന് അതാ ഒരു സ്പോട്ടിൽ കൊടുത്തൊരു സാധനമായിരുന്നു. പിന്നെ അത് ആളെ അറിയില്ല എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പിന്നെ അത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഷിയാസ് കരീമിനെതിരെ ഇന്ന് രാവിലെയാണ് കഴിഞ്ഞ 7 വർഷമായി കൊച്ചിയിൽ താമസിക്കുന്ന ബിസിനസ്സുകാരിയായ യുവതി പരാതിയുമായി പാലാരിവട്ടം പോലീസിനെ സമീപിച്ചത്. പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇങ്ങനെ: 2023 ജൂണിലാണ് ഷിയാസ് കരീമിനെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുന്നത്. പരിചയം സൗഹൃദമായി. 2024 ഷിയാസിനൊപ്പം ലിവിംഗ് റിലേഷനിലായി. ആദ്യഘട്ടത്തിൽ പലപ്പോഴായി 10 ലക്ഷം രൂപ ഷിയാസ് തന്റെ പക്കൽ നിന്ന് വാങ്ങിച്ചു. തന്റെ കുടുംബസ്വത്ത് വിറ്റ കാര്യം അറിഞ്ഞതോടെ ജിം തുടങ്ങാനെന്ന പേരിൽ 22 ലക്ഷം രൂപ പിന്നെയും വാങ്ങി. ജിം തുടങ്ങിയാൽ അതിന്റെ പങ്കാളിയാക്കാമെന്ന് വാഗ്ദാനം നൽകി. തന്നെ ആജീവനാന്തകാലം ഒപ്പം നിർത്താമെന്ന് ഉറപ്പും പറഞ്ഞു. അതിനിടെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് തന്റെ ഗർഭപാത്രം നീക്കിയപ്പോൾ ഷിയാസ് തനിക്ക് മറ്റൊരു വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. അതിനിടയിലും ലൈംഗിക ചൂഷണം തുടർന്നു. വിവാഹത്തിനായി വസ്ത്രങ്ങൾ എടുക്കാനും വിവാഹ സൽക്കാരം നടത്താനുമെല്ലാം തന്റെ കയ്യിൽ നിന്ന് ഷിയാസ് പണം വാങ്ങി. വിവാഹശേഷവും താനുമായി ഷിയാസ് അടുപ്പം തുടർന്നുവെന്നും ലൈംഗിക ചൂഷണം പതിവാക്കിയെന്നും യുവതി. കൊച്ചിയിലും കോഴിക്കോട്ടും പല ഹോട്ടലുകളിലും താൻ ലൈംഗിക ചൂഷണത്തിന് ഇരയായി. ഒടുവിൽ എതിർത്തതോടെ സുഹൃത്തുമായി തന്റെ കോഴിക്കോടുള്ള ഫ്ളാറ്റിൽ അതിക്രമിച്ചു കയറി സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയെന്നും ഇതടക്കം ഷിയാസിനൊപ്പമുള്ള നഗ്ന ദൃശ്യങ്ങളും പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. ആകെ 49 ലക്ഷം തട്ടിയെടുത്തുവെന്നും യുവതി. എന്നാൽ പരാതിക്കാരിക്കെതിരെ തുറന്നടിച്ച ഷിയാസ് കരീം തന്നെയാണ് യുവതി വഞ്ചിച്ചതെന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. സാമ്പത്തിക തട്ടിപ്പിനിരയായത് താനാണ്. ലൈംഗിക ചൂഷണമെന്ന ആരോപണം തെറ്റാണ്. താൻ നൽകിയ പരാതിയിൽ യുവതിക്കെതിരെ അന്വേഷണം നടക്കുന്നതിനിടെയാണ് പുതിയ കേസെന്നും കള്ളക്കേസിൽ കൊടുക്കുമെന്ന് യുവതി ഭീഷണിപ്പെടുത്തിയതായും ഷിയാസ്. ഒരു പ്ലാനാണ് ബ്രോ ഇത്. ബേസിക്കലി ഇത് എന്റെ എതിരെ കുറെ ആളുകളുണ്ട്. ഞാൻ ഓൾറെഡി അവരുടെ പേര് കേസ് കൊടുത്തേക്കണാണ്. കേസ് ഓൾറെഡി കോടതിയിലുള്ള കാര്യമാണ്. ഇവരെ കോടതിയിൽ നിന്ന് വിളിച്ച സമയത്ത് വിളിപ്പിച്ചപ്പോ അവരുകൊണ്ട് എന്റെ പേരിൽ കൊണ്ട് പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിയാണ്. കാര്യം എന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു ടൂളാണ് പീഡനം. ഷിയാസ് കരീമിനെതിരെ നേരത്തെയും ലൈംഗിക ചൂഷണ പരാതി ഉയർന്നിരുന്നു. പരാതി പരിശോധിച്ച് ഉടൻ തുടർ നടപടിയെടുക്കുമെന്ന് പാലാരിവട്ടം പോലീസ് അറിയിച്ചു. ഓക്കെ, ഈ ഒരു ന്യൂസിൽ നിങ്ങൾക്ക് ന്യൂസ് 18-ൽ ആദ്യം വന്ന ഇനീഷ്യൽ പോലെയല്ല, ഇതിനകത്ത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിക്കാണും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷിയാസ് കരീമിനെതിരെ ആദ്യം വന്ന പരാതിയുടെ ഒരു ടൈമും ഇവർ റിലേഷനിലായി എന്ന് പറയപ്പെടുന്ന ടൈമും അതിനുശേഷം ഇവർ ഷിയാസിന് ഫണ്ട് കൊടുക്കുന്നു, ഷിയാസ് തിരിച്ചു കൊടുക്കുന്നു, ആൻഡ് ദേ ആർ ഇൻ ലിവിങ് റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. അതിനുശേഷം ഷിയാസിനെ അവർ കല്യാണം കഴിക്കാൻ വിടുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇതിനകത്ത് പല കേസുകളും ഇതിനു മുന്നേ കണ്ട പോലെ ഒരു ടൈമിൽ ഇവരുടെയൊക്കെ ടേംസ് തെറ്റുകയാണ്. മേ ബി ഇവരൊക്കെ തമ്മിൽ റിലേഷനിലായിരിക്കാം. ആ ടൈമിൽ ഇവരൊക്കെ തമ്മിൽ ഈ പറഞ്ഞ പൈസയുടെ പരിപാടികളോ ബാക്കി പരിപാടികളോ ഒക്കെ നടന്നിട്ടുണ്ടാവും. മനസ്സിലായോ? ആ ടൈം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ആ ടേംസ് തെറ്റി ഇവർ തമ്മിലുള്ള ഇക്വേഷൻസ് മാറുമ്പോൾ ഇതൊക്കെ കേസിലേക്ക് പോകും. ഓക്കെ, ഇവിടെ ഷിയാസ് ആദ്യമേ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു, ഫേസ്ബുക്കിൽ ഈ ഉമ്മ സീന് അഖിൽമാരാരുണ്ടായ സമയത്ത് ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്തു, ഇവർ ക്രിമിനൽ കേസ് ഫയൽ ചെയ്തു. ആൻഡ് ഈ എമൗണ്ടിൻ്റെ കാര്യം ഓക്കെ, അതിനിപ്പോൾ ഏത് രീതിയിലുള്ള റിലേഷൻ ആണെങ്കിലും, ഇനിയിപ്പോൾ ഇനി അച്ഛൻ മക്കൾ അമ്മ ബന്ധമാണെങ്കിലും ഭാര്യാഭർത്താവ് ബന്ധമാണെന്നുണ്ടെങ്കിലും ഒരാളുടെ കാശ് പോലും എന്തേണ്ട നയിക്കാത്ത പൈസ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, സാധനങ്ങൾ സെറ്റിലാക്കിയിട്ട് മാത്രം മാറുക. ഓക്കെ, അല്ലാത്ത ഈ പറഞ്ഞ നിങ്ങൾ പരസ്പരം നിൽക്കാതിരിക്കുക, ഒരാളുടെ ലൈഫ് അറിഞ്ഞുകൊണ്ട് മറ്റൊരാൾ, ഇപ്പോൾ കേസ് എന്താണ്, സിമിലർ കേസാണ് ഷിയാസിൻ്റെ ആദ്യത്തെ കേസ്, ഓൾമോസ്റ്റ് സിമിലർ കേസാണ്. അറിഞ്ഞുകൊണ്ടും ഇപ്പുറത്ത് ആ സിമിലർ പാറ്റേൺ ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അല്ലെങ്കിൽ ആ പാറ്റേണിലേക്കാണ് പോകുന്നത് എന്നുള്ളത് മനസ്സിലായില്ലേ? അങ്ങനെ മനസ്സിലാവാതെയാണെന്നുണ്ടെങ്കിൽ മണ്ടത്തി പൊട്ടത്തി എന്നൊക്കെ വിളിച്ച് പോകേണ്ടത് ഇതുവരെ. മനസ്സിലായോ? ആൻഡ് ഷിയാസ് കരീമിനോടും കൂടിയാണ്. ഷിയാസ് എൻ്റെ ഫ്രണ്ടുമാണ്, ഞാനിപ്പോൾ ഷിയാസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ ഷിയാസ് കരീമിനോട് ഒരു കാര്യം പറയുകയാണ്. ഷിയാസ് കരീം ഈ അടുത്ത് BJP നല്ല രീതിയിൽ ചൊറിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ ചൊറിഞ്ഞു പറഞ്ഞാൽ ഒന്നൊന്നര ചൊറിഞ്ഞിട്ടുണ്ട്. ആ ചൊറിയുന്ന സമയത്ത് ഇപ്പം നമുക്ക് നമ്മുടെ പാസ്റ്റിൽ ബാഗേജുകളില്ല. ഓക്കെ, നമ്മുടെ പാസ്റ്റിൽ നമുക്ക് നമ്മളെ തുരത്തി വരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ വെച്ചിട്ട് നമ്മൾ അടിക്കാനോ ഒരു വടി നമ്മൾ ബാക്കിലിടാതെയാണ് നമ്മുടെ ലൈഫ് നമ്മൾ മുന്നോട്ട് പോയേ എന്നുണ്ടെങ്കിൽ ശത്രുക്കളുണ്ടാക്കാം, നമുക്ക് ധൈര്യമായിട്ട് കാര്യങ്ങൾ വിളിച്ച് പറയാം, എല്ലാം ചൊറീൻ്റെ മുകളിൽ എക്സ്ട്രീം ചൊറി അടിച്ചിട്ട് പോവാം. പക്ഷെ എന്തെങ്കിലുമൊക്കെ ലൈഫിലൊരു ബാഗേജ് ബാക്കിൽ കിടന്നു എന്നുള്ളൊരു ഡൗട്ടെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ, നിങ്ങളുടെ പ്രൊഫഷനൊക്കെ വെച്ചിട്ട് ബി സൈലൻറ്റ്, വാക്ക്, പോവാം. ഡോണ്ട് ഈവൻ പ്രൊവോക്ക് എനിവൺ എന്നുള്ളൊരു സാധനമുണ്ട്. ഇവിടെ
എനിക്ക് അത്യാവശ്യം ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയക്കാരെയും അത്യാവശ്യം ഈ PR ബെൽറ്റും പരിപാടികളൊക്കെ അറിയുന്നതാണ്. ഷിയാസിനെതിരെ ഇനി വരും ദിവസങ്ങളിൽ ഇവരുടെ ഒരു സാധനം വരും. ഏത് BJP സംഘപരിവാറിൻ്റെ ഒരു സാധനം. കാരണം എന്നാൽ ബീഫ് പന്നി വിഷയത്തിൽ ഞാൻ പന്നി കഴിക്കില്ല, എൻ്റെ കിതാബിൽ അത് പറഞ്ഞതുകൊണ്ടാണ് കഴിക്കാത്തതെന്നുള്ളത് പറഞ്ഞ പോലെ ഇനി പലരും എഴുതിയിടാൻ തുടങ്ങും. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കണ്ടോ ആ PR അവിടെ ഇനി ഓണാവും, ഇത് നിൻ്റെ കിതാബിൽ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഇത് അങ്ങനെ ക്യാഷ് ചെയ്യാനും നോക്കും. ആൻഡ് ഇത്രയും കാലം ഫേസ്ബുക്കിൽ മാത്രം അലിഗേഷനായിട്ട് നിന്ന സാധനം ഇപ്പോൾ ഈ ബീഫും BJPയും പരിപാടികളൊക്കെ കൂടുതൽ നിങ്ങൾ ഭയങ്കര അഗ്രസീവായിട്ട് അവരെ പ്രൊവോക്ക് ചെയ്തപ്പോൾ ഇത് കേസായി കൃത്യമായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഇക്വേഷൻസിൽ എവിടെയോ വിഷയം വന്നപ്പോൾ അത് കേസായിട്ടുണ്ടാവും. അത് എങ്ങനെയെങ്കിലും ലൈഫിൽ സോർട്ട് ചെയ്യാനോ സെറ്റിൽ ചെയ്യാനോ പറ്റി കാണില്ല. അപ്പം അതൊന്നും ഞാൻ പറയുന്നത് എന്താ പറയുക, ഒരു പ്രൊഫൈലിലിരിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. കാരണം പബ്ലിക് ഓഡിറ്റ് നമ്മുടെയൊക്കെ ലൈഫിൽ നടക്കുന്നൊരു വിഷയമാണ്. അപ്പോൾ ഷിയാസിന് നാളെ വീണ്ടും പറഞ്ഞു നടക്കാം. ബട്ട് സ്റ്റിൽ ഒരു കേസ് അതവിടെ പെൻഡിങ്ങിൽ കിടക്കുന്നു. രണ്ടാമത്തെ കേസ് ആളുകൾ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന രീതി മാറും. ഓക്കെ, അതിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളും അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ആളുകളും ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, വിശ്വസിക്കും, അല്ലെങ്കിൽ ആ ട്രസ്റ്റ് വയ്ക്കും. നാളുകളിൽ അതൊന്നൊരു പ്രശ്നമില്ല. പക്ഷേ ഇതിന് പുറത്തും വിസിബിലിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ അതിൻ്റേതായിട്ടൊരു പ്രൊഫൈൽ കീപ്പ് ചെയ്യാനും ഇങ്ങനത്തെ വള്ളികളുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർത്ത് വിടാനും പറ്റണം. മനസ്സിലായോ? അല്ലാത്ത പക്ഷം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എവറി ടൈം ഇറ്റ് വിൽ ഹോണ്ട് യു. തുരത്തി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ എല്ലാ സിനാരിയോ, അതായത് ആദ്യത്തെ കേസ് മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അതൊക്കെയായിട്ട് കണക്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ഇത് എങ്ങനെയും കണക്ട് ചെയ്യാം. പക്ഷേ ആ വ്യക്തിയും ഈ വ്യക്തിയും ഡിഫറെൻ്റ് ആണ്. ആ കേസ് ഡിഫറെൻ്റ് ആണ്, ഈ കേസ് ഡിഫറെൻ്റ് ആണ്. ബട്ട് ടൈം ലൈൻസ് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആവുന്നുണ്ട്. അതായത് സിമിലർ ടൈം ഫ്രെയിമിൽ വരുന്നുണ്ട് ഈ രണ്ട് കേസും. അതുമാത്രമല്ല, ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഖിൽമാരാരുടെ ആ ഒരു ഷിയാസിൻ്റെ ഉമ്മാനെ ഇറക്കി വിട്ടു എന്നുള്ളത് മുതൽ ഇതിനൊരു വേറൊരു പ്രൊവോക്കേഷൻ്റെ സ്റ്റേജ് ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ ആ ഒരു പെർട്ടിക്കുലർ പ്രൊഫൈലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഷിയാസ് റിലേറ്റഡ് ആയിട്ടും കുറേ ഉമ്മാൻ്റെ വോയിസ്, ഷിയാസിൻ്റെ വോയിസ് എന്നൊക്കെ പറഞ്ഞ വന്ന ആ പ്രൊഫൈൽ ഒരു അഗ്രസീവ് ഫേസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ അതിനകത്ത് ഫിനാൻഷ്യൽ ഫ്രോഡിനെ കുറിച്ചിട്ടായിരുന്നു കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്തിരുന്നത്. ആൻഡ് ലേറ്റർ ഓൺ ഇപ്പോൾ അതെന്തായി, ഈ ബീഫും സാധനങ്ങളൊക്കെ വന്നതുകൊണ്ടാണോ എന്നുള്ള അറിയില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു കോൺസ്പിറസി പറയുകയാണ്. അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് അവർ എല്ലാ വഴിയിലൂടെയും കാശ് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ, കാരണം ഷിയാസിന് എനിക്ക് അറിയാൻ പാടില്ല, ഷിയാസിന് അങ്ങനെ കംപ്ലീറ്റ്ലി ഡിനൈ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. ഇതിനകത്ത് ഷിയാസിന് അങ്ങനെ ഒരു ഓപ്ഷൻ എനിക്ക് കാണുന്നില്ല. ഓക്കെ, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിരിക്കും. അത് ആ ടേംസിലുള്ള സമയത്തായിരിക്കണം. അപ്പോൾ ഒരു കാര്യം തീർത്തിട്ട് പോകുമ്പോൾ, ഒരു കാര്യം നിർത്തിയിട്ട് പോകുമ്പോൾ, ഒരു റിലേഷൻ നിർത്തിയിട്ട് പോകുമ്പോൾ അതിൻ്റെ എല്ലാ ന്യൂക്ക് ആൻഡ് കോർണേഴ്സും നിർത്തിയിട്ട് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പോൾ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ പിന്നെ അതിൽ ഓഡിറ്റ് നടക്കും. ഇതേപോലുള്ള കേസുകളും വിഷയങ്ങളും വരുമ്പോൾ അത് നേരിടാനും പറ്റണം. ഫൈൻ. അപ്പോൾ എന്താണെങ്കിലും ഈ പൈസ വിഷയത്തിൽ പോലീസുകാർക്ക് ഒരു ക്ലാരിറ്റി വന്നാൽ, ഓക്കെ, അത് മാത്രമല്ല പല സ്ഥലങ്ങളിലേക്ക് പോയി എന്ന് പറഞ്ഞ ഹോട്ടലുകളിലും ലൊക്കേഷനുകളിലും നിന്ന് ഇവർ പറയുന്ന ഡേറ്റിലും ടൈം ലൈനിലും ഇവരുടെ CCTV വിഷ്വൽസ് അടക്കമുള്ള കാര്യങ്ങൾ കിട്ടിയാൽ ഡെഫിനറ്റ്ലി ഇതിൽ FIR വീഴും. സിമിലർ ആൻറ്റിസിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഷിയാസ് കരീം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കേസ് ഷിയാസ് കരീമിന് സ്ട്രോങ് ആയിട്ട് തന്നെ FIR വീണാൽ അത് സ്ട്രോങ് ആയിട്ട് നിൽക്കും ഷിയാസിൻ്റെ തലയിൽ, ഉറപ്പാണ്. ഡെഫിനറ്റ്ലി ഷിയാസ് കുറേ അധികം വെള്ളം കുടിക്കേണ്ട അവസ്ഥയും. പിന്നെ ഉള്ളത് ഷിയാസ് അങ്ങോട്ട് കൊടുത്ത ഡിഫമേഷൻ കേസാണ്. ഓക്കെ, ആ ഡിഫമേഷൻ കേസിൽ അതൊരു കോർട്ടിൽ നിൽക്കുന്ന ഒരു ഐറ്റമാണ്. അത് ഈ ക്രിമിനൽ കേസുമായിട്ട് അതിനെ ബന്ധിപ്പിച്ച് അതുകൊണ്ട് ഇത് മേ ബി ആയിരിക്കാം, പ്രൊവോക്ഡ് ആയിരിക്കാം. ബട്ട് സ്റ്റിൽ അത് സെറ്റിലായിട്ട് ഇത് സെറ്റിലാക്കാമെന്ന് വരില്ല ഒരിക്കലും. ഒരു ഡിഫമേഷൻ കേസ് സെറ്റിലാക്കിയിട്ട് ക്രിമിനൽ കേസ് സെറ്റിലാക്കാൻ പറ്റില്ല. ആദ്യം ക്രിമിനൽ കേസിന് അവർ അന്വേഷണം നടത്തും. എൻ്റെ പേരിലൊരു പീഡന പരാതി വരുന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇതാട്ടോ, ഈ സ്ത്രീക്ക് ഒരു 60 വയസ്സുണ്ട്. എനിക്ക് അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് വേറെ. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ 1-2 വർഷമായി. എനിക്കൊരു കുട്ടിയുണ്ട്. ഞാൻ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് സ്ത്രീകളോട് ഇടപെടുമ്പോൾ തന്നെ ചെറിയൊരു പേടിയുള്ളൂ. കാരണം ഇതിനു മുമ്പേ എനിക്ക് ഇങ്ങനെ ഒരു ആരോപണവും ഈ പറഞ്ഞ കള്ളക്കേസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കെയർഫുള്ളാണ്. പിന്നെ ഈ സ്ത്രീക്ക് 10-60 വയസ്സുണ്ട്. അതുപോലെ എൻ്റെ കുടുംബമായിട്ട് അത്ര അടുപ്പമുള്ളൊരു സ്ത്രീയാണ്. എൻ്റെ കല്യാണത്തിനും എൻ്റെ എല്ലാ പരിപാടിക്കും, എൻ്റെ റിസപ്ഷൻ, എൻ്റെ അബുദാബിയിലെ പരിപാടിക്ക് എല്ലാ പരിപാടിയും എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. ഇവിടെ പിന്നെ പേരും ഒന്നും ഞാൻ പറയുന്നില്ല, കാര്യം ഇപ്പോൾ കേസ് നിൽക്കല്ലേ.
എനിക്ക് എഫ്ഐആർ ഒട്ടും അറിയില്ല കേട്ടോ. ഇത് ഞാനൊരു ഇതാട്ടോ ഒരു ക്ലിയർ പറഞ്ഞാണ്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയിൽ നിന്നും എൻ്റെ ഉമ്മയിൽ നിന്നും ഇവർ കുറച്ച് സ്വർണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പെങ്ങറിൽ നിന്ന് വാങ്ങിച്ചു. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഇത് കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാൻ അറിയുന്നത്. കാരണം എൻ്റെ ഫാമിലിയിൽ കയറി കുറച്ച് പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുകയും അതിൽ കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്. കാശും ഈ സ്വർണ്ണമൊക്കെ വാങ്ങിച്ച കേസൊക്കെ. അങ്ങനെ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യും. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൈസ എൻ്റെ ഉമ്മാക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, പെങ്കജ് എനിക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പൈസ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് ഓക്കെ. ഇതിന് മുമ്പേ ഇവർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തി എന്നെ ഞാൻ അവരത് കോടികൾ പറ്റിച്ചു, ബിസിനസ് ചെയ്യാം, അങ്ങനെ കുറെ സാധനം ചെയ്തപ്പോൾ ഞാൻ ഇവരുടെ പേരിൽ കേസ് കൊടുത്തു. ആ കേസ് ഫയൽ ചെയ്ത് ഇവർക്ക് നോട്ടീസ് തന്നപ്പോൾ ഇവരെന്റെ പേരിൽ ഇപ്പോൾ ഒരു കള്ളക്കേസായിട്ട് വന്നേക്കാണ്. ഞാൻ അവരെ പീഡിപ്പിച്ചു. ഈ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേരള പോലീസിലും അതുപോലെ ലോയിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. കാര്യം ഞാൻ ഇതിന് മുമ്പ് ഒരു സാധനം ഫൈറ്റ് ചെയ്ത ഒരാളാണ് കള്ളക്കേസിൽ. അപ്പോൾ ഇത് ഞാൻ അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യും. അപ്പോൾ ഇതിലെനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ഇതിന് ഒരു ക്ലാരിറ്റി പറയുകയാണെങ്കിൽ ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ചെറിയ പെണ്ണൊന്നല്ല കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുന്നു 10 എൻ്റെ ഉമ്മാടെ പ്രായമുണ്ട്. അപ്പോൾ ഇത് പറയാൻ വേണ്ടി ഞാൻ വന്നാണ്. ഞാൻ എന്താ പറയുക, ഞാൻ തലയുയർത്തി നടക്കുന്ന ഒരു മനുഷ്യനാണ്. എന്ത് പ്രശ്നം വന്നാലും എൻ്റെ നിലപാടിൽ ഒരു മാറ്റില്ലാത്ത ആളും കൂടെ. എനിക്ക് അത്രയും ധൈര്യമുണ്ട്. എൻ്റെ കുടുംബം, എൻ്റെ എല്ലാ ആളുകളും എൻ്റെ കൂടെ ഉള്ളതാണ്. എന്നെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ എൻ്റെ കൂടെ ഉള്ളതാണ് കേട്ടോ. എനിക്ക് അത്ര ധൈര്യമുള്ള ആളാണ്. എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യുന്നതാണ്. എൻ്റെ നിലപാട് അതാണ്. ഓക്കെ, താങ്ക് യു. ഇത് ഷിയാസ് കരീം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി വീഡിയോ ഒന്ന് ഇറങ്ങിയ സമയത്ത് പോസ്റ്റ് ചെയ്തൊരു വീഡിയോ കണ്ടപ്പോൾ ഇപ്പോൾ അത് വേറൊരു കോണ്ടന്റ് ആക്കി ചെയ്യേണ്ടത് ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതിൽ ഷിയാസ് കരീം പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ലേഡിയുടെ ഏജ് പറയുന്നുണ്ട്. പൈസ വാങ്ങിയത് വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ പൈസ അങ്ങോട്ട് കൊടുത്തത്, സ്വർണം അവർ മേടിച്ചത്, ഈ പൈസയുടെയും സ്വർണത്തിൻ്റെയൊക്കെ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളതൊക്കെ വെച്ച് നോക്കുന്നതിൽ ഏജ് ഒരു ലൈക്ക് എന്താ പറയുക, ഇതിൽ എവിടെയും ഏജ് ഒരു ഫാക്ടർ ആണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇതിനകത്ത് ഏജിൻ്റെ ഒരു ഫാക്ടർ എനിക്ക് തോന്നുന്നില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, ഷിയാസിന് പേരും പറയാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ലിവിങ് ടുഗെദർ ഫാക്ടർ അവിടെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം മേ ബി ആ ഏജിൻ്റെ കാര്യം അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇവരെ കുടുംബമായിട്ട് ബന്ധമുള്ള, ഷിയാസ് കരീമിനെ കുറേ വർഷങ്ങളായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് ഇവർ. ആൻഡ് ഇതിൽ തന്നെ വളരെ എവിഡൻ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ. ഫിനാൻഷ്യലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തിന്, ഏത് രീതിക്ക് എന്നുള്ള ചോദ്യങ്ങളിലാണ് പോലീസ് ഇനി ഉത്തരം കണ്ടെത്തേണ്ടത്. ഇത് ആർക്കെതിരെയാണ് ഫാൾസ് അലിഗേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ, തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, ഭീഷണിയുടെ സ്വരത്തിൽ ആർക്കെതിരെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് എന്താണെങ്കിലും ഡെഫിനറ്റ്ലി പോലീസുകാർക്ക് അത് ആ ഒരു കണക്കും കാര്യങ്ങളും ടൈമും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന വിഷയങ്ങളാണ്. ആൻഡ് ഈ ഫാമിലി ആയിട്ടുള്ള ഇക്വേഷൻസ്, ഫാമിലി ആയിട്ട് ബന്ധമുള്ളൊരു വ്യക്തിയാണെന്ന് പറയുന്നത് ഫാമിലി ഇക്വേഷൻസിനെ കുറിച്ച്. അതുകൊണ്ടാണ് അഖിൽമാരാർ ഈ ഉമ്മാടെ കേസ് പറഞ്ഞ സമയത്ത് ഇവർ ഫേസ്ബുക്ക് വഴി ഈ സാധനങ്ങൾ എന്ത് ചെയ്തത്, എസ്കലേറ്റ് ചെയ്ത് വിട്ടേന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായല്ലോ. അതിനൊരു കണക്ഷൻ പോയ വഴി കിട്ടില്ല. ബിക്കോസ് ഈ ലേഡി ഷിയാസ് കരീമിൻ്റെ ഫാമിലിയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഷിയാസിനെ പണിഞ്ഞതാണോ, ഷിയാസ് അങ്ങോട്ട് പണിഞ്ഞതാണോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ എന്താണെങ്കിലും പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ പുറത്ത് വരട്ടെ. എഗെയിൻ ഞാൻ പറയുന്നു, ഇതിനകത്തുള്ള ഫിനാൻഷ്യൽ ഫ്രോഡ് പരിപാടി അത് ദാറ്റ് ഈസ് ദെയർ, ദാറ്റ്സ് ഓൺ. അതല്ലാത്ത മറ്റേ ലിവിങ് ടുഗെദർ മറ്റേത് സെറ്റപ്പ് പരിപാടികൾ സ്റ്റിൽ ഐ റിയലി ഡൗട്ട്. ഐ ഹാവ് എ ഹ്യൂജ് ഡൗട്ട് ഓൺ ഇറ്റ്. വൈ? ബിക്കോസ് ആദ്യത്തെ കേസ് വന്ന സമയവും ഇത് നടന്ന സമയവും എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ അതങ്ങോട്ട് എനിക്കെന്തോ അതിനകത്ത് എന്തൊക്കെയോ ഒരു വിഷയമുള്ള പോലെ തോന്നുന്നു. ഓക്കെ, ആൻഡ് ആ ഒരു ആൻറ്റിസിഡൻസ് എന്ന് പറഞ്ഞ സാധനം ഷിയാസ് കരീമിന് സ്റ്റിൽ വിഷയമാണ്. ആ കേസിന് അത്ര ലൈറ്റായിട്ട് ഷിയാസ് കരീം എടുക്കേണ്ട കാര്യമില്ല. ആൻഡ് മീഡിയന് ആ വിഷയം അന്ന് വന്ന സമയത്ത്, ആ കേസ് വന്ന സമയത്ത് ചൊറിഞ്ഞതുകൊണ്ട് തന്നെ ഇന്ന് FIR ഇടുന്നതിന് മുമ്പ് മീഡിയ അത് ഇത്രയും കൂടുതൽ എസ്കലേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷിയാസ് കരീം അന്ന് മേടിച്ച് വെച്ച ആ സാധനം, അതായത് അന്ന് മീഡിയാസിലിട്ട് കൊട്ടിയ കൊട്ട് ഇന്നും അവർ മറന്നിട്ടില്ല എന്നുള്ളത് ഷിയാസ് കരീമിന് മനസ്സിലായി കാണും. ചില സാധനങ്ങൾ അങ്ങനെയാണ്, നമ്മൾ എടുത്ത് ചാടി ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് മീഡിയയ്ക്ക് ഒരു കുറച്ച് കൂടുതലായിട്ടുള്ളൊരു അഗ്രഷൻ ഷിയാസ് കരീമിൻ്റെ കേസിൽ മീഡിയ കാണിക്കുകയും ചെയ്യും. ഏത് പിന്നെ ഒരു സൈഡിൽ സംഘ് വലിയിട്ടുണ്ടല്ലോ, അവരുടെ അടി വേറെ ഉണ്ടാവും. അപ്പം ചെങ്ങായി ആകെപ്പാടെ കൂടി എന്താ അറിയോ, ഒറ്റയ്ക്ക് ഇങ്ങോട്ട് അങ്ങനെ നടക്കേണ്ട ഒരവസ്ഥയ്ക്ക് പോവാണ്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നു, ആ ലേഡി കുറച്ച് കാലങ്ങളായിട്ട് ഫേസ്ബുക്കിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ. അതിനകത്തുള്ള സ്ക്രീൻഷോട്ടുകൾ, അതിനകത്ത് കുറേ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടുകളൊക്കെ അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവരിങ്ങനെ അവരുടെ സൈഡിൽ നിന്ന് ഇട്ടിട്ട് പോവായിരുന്നു. വൈ നൗ എന്ന് ചോദിച്ചതിന് ഉത്തരം മേ ബി ഷിയാസ് കരീം എന്ന് പറഞ്ഞാൽ ഡിഫമേഷൻ കേസ് പോയതുകൊണ്ട്, അതിൻ്റെ ഇൻറ്റിമേഷൻ പോയതുകൊണ്ടുള്ള അഗ്രഷൻ ആയിരിക്കാം. പ്ലസ് കൂട്ടത്തിൽ someone would have backed up, but still ഫിനാൻഷ്യൽ കാര്യങ്ങളുണ്ടെങ്കിൽ
കൊടുത്ത് തീർക്കേണ്ടത് കൊടുത്ത് തീർക്കുക തന്നെ വേണം. അല്ലെ ഇവിടുന്ന് മേടിച്ച് കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് മേടിക്കുക തന്നെ വേണം. ഓക്കെ, ഇതാണ് ഇക്വേഷൻസ് തെറ്റുമ്പോൾ വരുന്ന വിഷയങ്ങളാണ്. പൈസയും സ്വർണ്ണമൊക്കെ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ സീനുകളൊക്കെ പിടിക്കും.